ഏഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രം. ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലുള്ള റോക്ക് ഫോർട്ടിൻ്റെ മുകളിലാണ് ഗണപതിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. ഐതിഹ്യമനുസരിച്ച് ശ്രീരംഗത്ത് രംഗനാഥസ്വാമി പ്രതിഷ്ഠ നടത്തിയ ശേഷം ഗണേശൻ രാജാവായ വിഭീഷണനിൽ നിന്ന് ഓടിപ്പോയ സ്ഥലമാണിത്. തിരുച്ചിറപ്പള്ളി റോക്ക് ഫോർട്ടിനെ തമിഴിൽ മലൈക്കോട്ടെ എന്ന് സ്നേഹപൂർവ്വം വിളിക്കുന്നു. പാറയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന റോക്ക് ഫോർട്ട് ക്ഷേത്രത്തിന് 83 മീറ്റർ അടി ഉയരമുണ്ട്. മിനുസമാർന്ന പാറ ആദ്യം പല്ലവരാണ് വെട്ടിയെടുത്തത്. എന്നാൽ വിജയനഗര സാമ്രാജ്യത്തിന് കീഴിലുള്ള 2 ക്ഷേത്രങ്ങളുടെയും നിർമ്മാണം പൂർത്തിയാക്കിയത് മധുരയിലെ നായക് രാജാക്കന്മാരായിരുന്നു. പാറയിൽ കൊത്തിയെടുത്ത കുത്തനെയുള്ള പടികളിലൂടെ പ്രവേശിക്കാവുന്ന ഗണേശ ക്ഷേത്രം വളരെ ചെറുതാണ്. തൃച്ചി, ശ്രീരംഗം, കാവേരി, കൊല്ലിഡാം നദികളിലൂടെ കാഴ്ചകൾ ഇവിടെ നിന്ന് ലഭിക്കും. പല്ലവർ സൃഷ്ടിച്ച പുരാതന വാസ്തുവിദ്യ കാരണം ക്ഷേത്രം ഇന്ത്യൻ പുരാവസ്തു വകുപ്പാണ് പരിപാലിക്കുന്നത്. ലങ്ക ഭരിച്ചിരുന്ന അസുര രാജാവായ രാവണൻ്റെ ഇളയ സഹോദരനായിരുന്നു വിഭീഷണൻ. രാമായണത്തിലെ രാമൻ. രാവണൻ തട്ടിക്കൊണ്ടുപോയി തടവിലാക്കിയ ഭാര്യ സീതയെ സുഗ്രീവൻ്റെ സഹായത്തോടെ രക്ഷിക്കുകയും ഹനുമാൻ അവനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ രാവണൻ്റെ ധാർമ്മികനും സത്യവിശ്വാസിയുമായ വിഭീഷണൻ സഹോദരനെതിരായ യുദ്ധത്തിൽ രാമനെ സഹായിക്കുന്നു. ഒടുവിൽ രാമൻ യുദ്ധത്തിൽ വിജയിക്കുകയും സ്നേഹത്തിൻ്റെ പ്രതീകമായി വിഷ്ണുവിൻ്റെ ഒരു രൂപമായ രംഗനാഥൻ്റെ ഒരു വിഗ്രഹം വിഭീഷണന് നൽകുകയും ചെയ്യുന്നു. വിഭീഷണൻ രാമനെ പിന്തുണച്ചിരുന്നെങ്കിലും അടിസ്ഥാനപരമായി ഒരു അസുരനായിരുന്നു. അതിനാൽ ഹിന്ദു പുരാണം അനുസരിച്ച് അസുരന്മാരുടെ പ്രധാന എതിരാളികളായ ദേവന്മാർ ഒരു അസുരൻ ഭഗവാന്റെ പരമോന്നത രൂപം സ്വീകരിച്ച് തൻ്റെ രാജ്യത്തേക്ക് പോകുമെന്ന ആശയം തടയാൻ ആഗ്രഹിച്ചു. തടസ്സങ്ങൾ നീക്കുന്നവനും വിദ്യയുടെ ദേവനുമായ വിനായകൻ്റെ സഹായം അവർ അഭ്യർത്ഥിച്ചു. അദ്ദേഹം പദ്ധതി അംഗീകരിക്കുന്നു. വിഭീഷണൻ തൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങുമ്പോൾ തൃച്ചിയിലൂടെ കടന്നുപോയി. കാവേരി നദിയിൽ കുളിച്ച് തൻ്റെ ദൈനംദിന കർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചു. എന്നിരുന്നാലും ഒരിക്കൽ ഭൂമിയിൽ പാർപ്പിച്ച ദേവനെ ഒരിക്കലും നീക്കം ചെയ്യാൻ കഴിയാത്തതിനാലും ആ സ്ഥലത്ത് എന്നേക്കുമായി കഴിയേണ്ടി വരുന്നതിനാലും അദ്ദേഹം ആശയക്കുഴപ്പത്തിലാകുന്നു. ഒരു പരിഹാരമെന്ന നിലയിൽ വിഭീഷണൻ കുളിക്കുമ്പോൾ വിഭീഷണൻ വിഗ്രഹത്തെ പിടിക്കാൻ ആരെയെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഒരു ഗോപാലകൻ്റെ വേഷത്തിൽ വിനായകനെ കണ്ടെത്തുന്നു. പദ്ധതി പ്രകാരം വിഭീഷണൻ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയപ്പോൾ വിനായകൻ വിഗ്രഹത്തെ എടുത്ത് കാവേരിയുടെ തീരത്ത് മണലിൽ ഉറപ്പിച്ചു നിർത്തുന്നു. ഇത് കണ്ട് കോപാകുലനായ വിഭീഷണൻ കുട്ടിയെ ശിക്ഷിക്കാൻ ഓടിച്ചെന്ന് കാവേരി തീരത്തുള്ള പാറയിൽ കയറുന്നു. ഒടുവിൽ വിഭീഷണൻ കുട്ടിയുടെ അടുത്തെത്തി നെറ്റിയിൽ അടിക്കുന്നു. ഉടൻ തന്നെ വിഭീഷണൻ താൻ കാലഘട്ടത്തിലെ ഗോകർണത്തിലെ ഗണപതിയും രാവണനും തമ്മിലുള്ള കഥയുമായി ഇത് പല കാര്യങ്ങളിലും സമാനമാണ്. രംഗനാഥൻ പ്രതിഷ്ഠ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം പിന്നീട് ഉപയോഗശൂന്യമായതിനാൽ വനങ്ങൾക്കിടയിൽ മൂടപ്പെട്ടിരുന്നു. വളരെ കാലത്തിനു ശേഷം ഒരു ചോള രാജാവ് ഒരു തത്തയെ പിന്തുടരുമ്പോൾ അബദ്ധവശാൽ ദേവതയെ കണ്ടെത്തിയപ്പോൾ അത് കണ്ടെത്തി. തുടർന്ന് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയമായ ശ്രീരംഗത്തെ രംഗനാഥ സ്വാമി ക്ഷേത്രം സ്ഥാപിച്ചു. അതേസമയം പല്ലവർ വിഭീഷണൻ വിനായകൻ രക്ഷപ്പെടാൻ ഉപയോഗിച്ചിരുന്ന പാറയിൽ വിനായക ക്ഷേത്രവും തായുമന സ്വാമി ക്ഷേത്രവും നിർമ്മിച്ചു. ഉച്ചിപ്പിള്ളയാർ മലയടിവാരത്ത് മാണിക്യ വിനായകരുമായി എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു. ഉച്ചിപ്പിള്ളയാരെ ദർശിക്കുന്നതിന് മുമ്പ് മാണിക്യയ്ക്ക് വിനായകനെ വണങ്ങുന്നത് പൊതു ആരാധനയാണ്. തമിഴ്നാട് സർക്കാരിൻ്റെ ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ് വകുപ്പാണ് ക്ഷേത്രത്തിൻ്റെ പരിപാലനവും ഭരണവും നടത്തുന്നത്. തിരുച്ചിറപ്പള്ളി ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ മീങ്കാട് ഗേറ്റിന് എതിർവശത്താണ് സ്ഥിതി ചെയ്യുന്നത്. തിരുച്ചിറപ്പള്ളി ടൗൺ സ്റ്റേഷൻ അതിൻ്റെ കിഴക്കൻ പ്രവേശന കവാടത്തിന് അടുത്താണ്.